second topic is binary codes. Binary codes നമുക്കറിയാം. എന്താ codes കൊണ്ട് represent ചെയ്യുന്നത്? എന്തായിരിക്കും? അപ്പോൾ നമ്മൾ പല കോഡുകൾ ഉപയോഗിക്കാറുണ്ട്. നമ്മളുടെ ഒരു സീക്രസിക്ക് വേണ്ടി നമ്മൾ മെസ്സേജൊക്കെ അയക്കുന്ന സമയത്തൊക്കെ പല കോഡ്സുകൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനും നമുക്ക് മെസ്സേജ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് കോഡ്സ്, അല്ലേ? അപ്പോൾ നമുക്ക് ഇവിടെ നമ്മുടെ കോണ്ടെക്സ്റ്റിൽ ഈ പറഞ്ഞ പോലെ ഉള്ളത് ബൈനറി കോഡ്സ് ആണ്, ബൈനറി കോഡ്സ്. അപ്പോൾ അതിന് ഫസ്റ്റ് നമുക്ക് ജനറൽ ഒരു ക്ലാസിഫിക്കേഷൻ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാം. ബൈനറി കോഡ്സിൻ്റെ ക്ലാസിഫിക്കേഷൻസ് ബൈനറി വെച്ചിട്ടുള്ള കോഡ്സ് ആണ്. അപ്പോൾ ബൈനറി ഡിജിറ്റ്സ് വെച്ചിട്ടുള്ള സീറോസ് ആൻഡ് വൺസ് വെച്ചിട്ടുള്ള കോഡ്സ് ആണ് ബൈനറി കോഡ്സ്. അപ്പോൾ അതിൽ ജസ്റ്റ് നമുക്ക് അതിൻ്റെ ഡീപ്പായിട്ട് ഡിസ്കസ് ചെയ്യാനില്ല. ഞാൻ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ നിലയിൽ മാത്രമേ പറയേണ്ട ആവശ്യമുള്ളൂ. നമുക്കൊരു 3 കോഡ്സ് ആണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഫസ്റ്റ് വൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ BCD, സെക്കൻഡ് വൺ XS3 കോഡ്, പിന്നെ ഗ്രേ കോഡ്. അതിന് പുറമെ ASCII കോഡ് എന്ന് പറഞ്ഞാൽ 4ാമത്തെ ഒരു കോഡും കൂടെ നമ്മുടെ സിലബസിലുണ്ട്. അപ്പോൾ BCD, XS3 ആൻഡ് ഗ്രേ കോഡ് ആൻഡ് ഇറ്റ്സ് കൺവേർഷൻ, ഇതാണ് ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ASCII ഉള്ളൂ. അപ്പോൾ നമുക്ക് ക്ലാസിഫിക്കേഷൻ പറയുകയാണെങ്കിൽ ഒരു മിനിറ്റ്. ഫസ്റ്റ് വൺ ന്യൂമറിക്കൽ. ഈ പറഞ്ഞ പോലെ ഒരു മിനിറ്റ് അഡ്മിറ്റ് ചെയ്യും. അപ്പോൾ ന്യൂമറിക്കൽ കോഡ്സ് ഇറ്റ് റെപ്രസെൻറ്റ് ന്യൂമറിക്കൽ ഇൻഫർമേഷൻ. അപ്പോൾ ക്ലാസിഫിക്കേഷൻ പറയുകയാണ് ന്യൂമറിക്കൽ കോഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഓൺലി റെപ്രസെൻറ്റ് ന്യൂമറിക്കൽ ഇൻഫർമേഷൻ, നോട്ട് ആൽഫബറ്റ്സ് എനി അതർ ക്യാരക്ടേഴ്സ്. പക്ഷേ ഇൻ ദ കേസ് ഓഫ് ആൽഫ ന്യൂമറിക് കോഡ്സ്, ഈ ASCII എല്ലാം ആൽഫ ന്യൂമറിക് കോഡാണ്. ആൽഫ ന്യൂമറിക് കോഡ് ക്യാൻ റെപ്രസെൻറ്റ് നമ്പേഴ്സ്, ആൽഫബറ്റ്സ് പ്ലസ് എനി അതർ സിമ്പിൾസ് യൂസ്ഡ് ഇൻ നോർമൽ ആപ്ലിക്കേഷൻ. അപ്പോൾ ASCII ഈസ് എൻ എക്സാമ്പിൾ. പക്ഷേ ചില ന്യൂമറിക്കൽ കോഡ്സ് BCD അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം തന്നെ ന്യൂമറിക്കൽ കോഡാണ്. BCD മീൻസ് ബൈനറി കോഡ് ഡെസിമൽ. നമുക്ക് ഡെസിമലിൽ തന്നെ ന്യൂമറിക്കൽ വാല്യൂസ് ആണല്ലോ, അതിൽ ആൽഫ ന്യൂമറിക് സാധനങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ ന്യൂമറിക്കൽ കോഡ് ആൽഫ ന്യൂമറിക് കോഡ്സ് മീൻസ് നമ്പേഴ്സ് പ്ലസ് ആൽഫബറ്റ്സ് എനി അതർ സിമ്പിൾസ്. അതുപോലെ തന്നെ വെയ്റ്റഡ് ആൻഡ് നോൺ വെയ്റ്റഡ് കോഡ്സ്. അപ്പോൾ സെർട്ടൻ കോഡ്സ്, ബൈനറി കോഡ്സ് ആർ വെയ്റ്റഡ് കോഡ്സ്. നമുക്കറിയാം ബൈനറി കോഡ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതിൽ വെയ്റ്റഡ് കോഡ് നമുക്കറിയാം. വെയ്റ്റ് എത്രയാണ്? 1, 2, 4, 8, 16, 32, 64 എന്ന് പറഞ്ഞിട്ട് 2⁻0, 2⁻1, 2⁻2 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നമുക്ക് വെയ്റ്റഡ് ആണ്. അപ്പോൾ അത് വെയ്റ്റഡ് കോഡാണ്. നമ്മൾ പറഞ്ഞ ആ ബൈനറി നമ്മൾ ഇതുവരെയും ചെയ്തതെല്ലാം വെയ്റ്റഡ് കോഡ്സ് ആണ്, വെയ്റ്റഡ് ആണ്. അതായത് ബൈനറി നമ്പർ കോഡായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ അത് വെയ്റ്റഡ് ആണ്, നമ്മൾ ഡിസ്കസ് ചെയ്ത സാധനം. ഇനി ചില കോഡുകൾ, ഫോർ എക്സാമ്പിൾ ഗ്രേ കോഡ്, അങ്ങനെയുള്ള ചില കോഡ്സ് എല്ലാം നോൺ വെയ്റ്റഡ് കോഡ്സ് ആണ്. അതിന് വെയ്റ്റ് അങ്ങനെയില്ല. നമ്മൾ പറഞ്ഞത് 1, 2, 4, 8 അല്ല. അപ്പോൾ അങ്ങനെയുള്ള കോഡ്സ് ഉണ്ട്. അതുപോലെ തന്നെ ചിലതെല്ലാം പോസിറ്റീവ് വെയ്റ്റഡ് ഉണ്ടാവും, ചിലർക്ക് നെഗറ്റീവ് വെയ്റ്റഡ് കോഡ്സ് ഉണ്ടാവും. അതായത് നമുക്ക് 1ന് പകരം -1 ആയിരിക്കും, അല്ലെങ്കിൽ 2ന് പകരം വേറെ എന്തെങ്കിലും 4 എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. അപ്പോൾ ആ വെയ്റ്റിൻ്റെ പൊസിഷനിൽ 1, 2, 4, 8 എന്നൊക്കെ നമ്മൾ പറഞ്ഞ വെയ്റ്റിന് പകരം 1ന് പകരം വേറെ ഏതെങ്കിലും വാല്യൂ, ഫോർ എക്സാമ്പിൾ -2 അല്ലെങ്കിൽ -1 അല്ലെങ്കിൽ 8ന് പകരം വേറെ. ഇങ്ങനെ നമുക്ക് കോഡ്സ് നമുക്ക് ഏത് രീതിയിൽ ഉണ്ടാക്കാം. കോഡ്സ് വെച്ച് നമുക്ക് മാത്രമേ അറിയുള്ളൂ. ട്രാൻസ്മിറ്റ് ചെയ്യുന്നവർക്കും ട്രാൻസ്മിറ്ററിനും റിസീവർ ഇവർക്ക് മാത്രമേ അറിയുള്ളൂ. അപ്പോൾ വേറെ ആൾക്ക് ഡീകോഡ് ചെയ്യാൻ പറ്റില്ല. അത് നമ്മൾ സീക്രട്ടായിട്ട് ഇൻഫർമേഷൻ എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ കോഡ്. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ നമ്മൾ പല രീതിയിൽ ഇങ്ങനെ പോസിറ്റീവ് നമ്പർ വയ്ക്കും, നെഗറ്റീവ് നമ്പർ വയ്ക്കും, എന്നിട്ട് ഇത് വെച്ചിട്ടാണ് നമ്മൾ കോഡ്സ് ജനറേറ്റ് ചെയ്യുക. ഓക്കെ. പിന്നെ ചില കേസുകളിൽ കോഡ്സ് യൂസ്ഡ് ഫോർ എറർ ഡിറ്റക്ഷൻ. അതിന് ഡിറ്റക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ചില കോഡ്സുകൾ ഉപയോഗിക്കും. അപ്പോൾ അത് ഇതിനുള്ള ബൈനറി കോഡ് ഫോർ എറർ ഡിറ്റക്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ എറർ കറക്റ്റ് ചെയ്യാനുള്ള കോഡ്സുകളുണ്ട്, എറർ കറക്ഷൻ കോഡ്സ്. അപ്പോൾ ലോങ് ഡിസ്റ്റൻസ് ട്രാൻസ്മിഷൻ എല്ലാം നോർമലി എറേഴ്സ് വരും. നമ്മളിവിടെ 0 ഒരു ബൈറ്റ് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ എത്തുമ്പോൾ ഏതെങ്കിലും 1 പോയിട്ട് 0 ആയിട്ടുണ്ടാവും. അപ്പോൾ ഇത് ഡിറ്റക്ട് ചെയ്യണം, ദെൻ കറക്റ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കോഡ്സ് ഉണ്ടെന്ന് മനസ്സിലാക്കുക. ഞാൻ ജസ്റ്റ് ഒരു ജനറൽ ഇൻഫർമേഷനാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതൊരു ആനന്ദ് കുമാർ എന്ന് പറയുന്ന ടെക്സ്റ്റിലുള്ള എൻ്റെ ഇൻട്രൊഡക്ഷനാണ്. നമുക്ക് അത്ര ഡീപ്പായിട്ട് പോകണ്ടെന്നുണ്ടെങ്കിൽ നമുക്കതൊന്ന് അറിയണം.
അതുപോലെ സീക്വൻസ് അനുസരിച്ചിട്ടാണ് 1 2 3 നമ്മൾ ബൈനറി സാധാരണ ബൈനറി ഇല്ലേ സീക്വൻസ് അതേപോലെ സീക്വൻസ് ആയിരിക്കും. പക്ഷെ ചിലതൊന്നും സീക്വൻസ് ആയിരിക്കില്ല. അപ്പോൾ സീക്വൻഷ്യൽ കോഡ്സ് ഉണ്ട്, അതല്ലാത്ത കോഡ്സ് ഉണ്ട്. അതുപോലെ തന്നെ ചിലതെല്ലാം സെൽഫ് കോംപ്ലിമെൻറ്റിങ് കോഡ്സ് ഉണ്ട്. സെൽഫ് കോംപ്ലിമെൻറ്റിങ് കോഡ്സ് എന്ന് വെച്ചാൽ അത് നമ്മൾ ജസ്റ്റ് അത് ഇൻവെർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കോംപ്ലിമെൻ്റ് ആയിട്ട് വരും. സെൽഫ് കോംപ്ലിമെൻറ്റ് അത് കോംപ്ലിമെൻറ്റ് ചെയ്തിട്ട് നമുക്കത് ഈ പറഞ്ഞ പോലെ ചൂസ് കോംപ്ലിമെൻറ്റ് വെച്ച് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ സബ്ട്രാക്ഷൻ കിട്ടിയല്ലോ, അതുമാതിരി അതിന് അങ്ങനെയുള്ള പർപ്പസിലെല്ലാം സെൽഫ് കോംപ്ലിമെൻറ്റിങ് കോഡ്സ് വരും. ഞാൻ കോംപ്ലിമെൻറ്റ്സ് നമ്മൾ ഇടയ്ക്ക് ഡിസ്കസ് ചെയ്യാം, അത് കുഴപ്പമില്ല. 9's കോംപ്ലിമെൻറ്റ് എന്താ, 10's കോംപ്ലിമെൻ്റ് ആണ്. അപ്പോൾ നമ്മൾ 1's കോംപ്ലിമെൻറ്റ് എന്ന് പറയുന്ന പോലെയാണ് 9's കോംപ്ലിമെൻറ്റ് ഡെസിമലിലൊക്കെ എടുക്കുന്ന സമയത്ത്. അപ്പോൾ 2's കോംപ്ലിമെൻറ്റിന് പകരം 10's കോംപ്ലിമെൻറ്റ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഒരു ഡിജിറ്റിൻ്റെ കൂടെ ഒരു ഡെസിമൽ ഡിജിറ്റിൻ്റെ കൂടെ അതിൻ്റെ 10's കോംപ്ലിമെൻറ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മൈനസ് ചെയ്ത് എഫക്റ്റ് ആയിരിക്കും, സബ്ട്രാക്ഷൻ ഇക്വലൻ്റ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഒരു വാല്യൂൻ്റെ കൂടെ വേറൊരു വാല്യൂൻ്റെ 2's കോംപ്ലിമെൻറ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് സബ്ട്രാക്ഷൻ ഇക്വലൻ്റ് ആണ്. ഫസ്റ്റ് വാല്യൂ മൈനസ് സെക്കൻഡ് വാല്യൂ, ആ ഡിഫറൻസ് ആണ് നമുക്കവിടെ കിട്ടുക. അപ്പോൾ അതേപോലെ 1's കോംപ്ലിമെൻറ്റിന് പകരം പറയുന്നതാണ് 9's കോംപ്ലിമെൻറ്റ് ആൻഡ് 10's കോംപ്ലിമെൻറ്റ്. അപ്പോൾ ഒരു ഡിജിറ്റിൻ്റെ കൂടെ ഇപ്പോൾ 48 പ്ലസ് ഒരു എന്താണ് 10's കോംപ്ലിമെൻറ്റ് ഓഫ് ഏതെങ്കിലും ഒരു നമ്പർ കൂട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഡിഫറൻസ് ആയിരിക്കും നമുക്ക് റിസൾട്ട് കിട്ടുക. നമുക്കത് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അത് സബ്ട്രാക്ഷൻ ആയിട്ടായിരിക്കും വരിക. അതായത് അങ്ങനെയുള്ള കേസിൽ സെൽഫ് കോംപ്ലിമെൻറ്റിങ് ചില കോഡുകൾ അങ്ങനെയാണ്, അത് ജസ്റ്റ് സെൽഫായിട്ട് കോംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും. സൈക്ലിക് കോഡ്സ് ഉണ്ട്, ചില ഇൻഡസ്ട്രിയിലൊക്കെ യൂസ് ചെയ്യുന്നൊരു കോഡാണ് സൈക്ലിക് കോഡ്. അപ്പോൾ ഈ സൈക്ലിക് കോഡിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബിറ്റേ ചേഞ്ച് വരുള്ളൂ. ഇപ്പോൾ നമുക്കറിയാം എന്താണ് 1 കഴിഞ്ഞാൽ അടുത്ത് എത്രയാണ് 100 ആണ് അല്ലേ. അതുപോലെ തന്നെ 111 കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത് 1000 ആണ്. അപ്പോൾ അതിൽ 3 1 പോയിട്ട് ഒരു 1 ആയിട്ട് മാറുകയാണ്. 0111 പോയിട്ട് 1000 അല്ലെങ്കിൽ 1111 എന്ന് പറഞ്ഞ് 4 1 അടുത്ത് സ്റ്റേറ്റ് ചെയ്താണ് 1 കഴിഞ്ഞിട്ട് 4 0 വരും. അപ്പോൾ ഇങ്ങനെയുള്ള ഓരോ സ്റ്റെപ്പിലും സീറോസ് നമ്പർ ഓഫ് സീറോസ് മാറുന്നത് എന്താണ് ഒന്നേ പാടുള്ളൂ എന്നൊക്കെ ചില ഇൻഡസ്ട്രിയിലൊക്കെ അത് വേണ്ടി വരും. കാരണം ചില എറേഴ്സൊക്കെ വരുകയും അപ്പോൾ മെക്കാനിക്കൽ സാധനങ്ങളൊക്കെ ആയിരിക്കും ഈ പറഞ്ഞ പോലെ കോഡുകളൊക്കെ കൺവേർട്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്നത്, അല്ലെങ്കിൽ അത് റീഡ് ചെയ്യുന്നൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് എറേഴ്സ് ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇൻഡസ്ട്രിയിൽ സൈക്ലിക് കോഡ്സ് ഉപയോഗിക്കുന്നത്. എക്സാമ്പിളാണ് ഗ്രേ കോഡ്. ഞാനത് പറയാം, പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്ക് അത് ക്ലിയർ ആവും. സൈക്ലിക് കോഡ്സിൻ്റെ ഒരു എക്സാമ്പിളാണ് ഗ്രേ കോഡ് എന്ന് പറഞ്ഞൊരു കോഡ്. ഇത് ഇൻഡസ്ട്രിയിലാണ് യൂസ് ചെയ്യുന്നത്. സെൽഫ് കോംപ്ലിമെൻറ്റിങ് നമുക്കറിയാം, അത് മാത്തമാറ്റിക്കൽ ഇതിന് സബ്ട്രാക്ഷനൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള വരും. സീക്വൻഷ്യൽ വെച്ച് കഴിഞ്ഞാൽ സാധാരണ സീക്വൻസ് 0 1 2 3 എന്ന് പറഞ്ഞാൽ നമുക്ക് എളുപ്പമുണ്ട്. സീക്വൻഷ്യൽ കോഡ്സ് ചിലതൊന്നും സീക്വൻഷ്യൽ ആയിരിക്കില്ല. അപ്പോൾ ഓരോ നമ്മുടെ കോഡ്സ് ഏതാണ് സെലക്ട് ചെയ്യുന്നതനുസരിച്ചിട്ട് മാറും. ചില റിഫ്ലക്റ്റിംഗ് കോഡ് ഉണ്ട്. ഇപ്പോൾ എന്താണ് നമ്മൾ 1 to 7ൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിരിക്കും ഇപ്പുറത്ത്. 7ൻ്റെ 7 6 5 2 4 അങ്ങനെ 3 2 1 എന്നൊക്കെ പറഞ്ഞിട്ട് റിഫ്ലക്റ്റിംഗ്. അതായത് നമ്മൾ മറ്റേ ഇൻക്രിമെൻറ്റ് ചെയ്ത് വരുന്നത് അതേപോലെ ഡിക്രിമെൻറ്റ് ചെയ്ത് അങ്ങനെ പോകും. റിഫ്ലക്റ്റിംഗ് എന്താണ് മുകളിലുള്ളതിൻ്റെ ജസ്റ്റ് മിറർ ഇമേജ് ആയിട്ട് കോഡ് വരും താഴെ. അപ്പോൾ അങ്ങനെയുള്ളൊക്കെ റിഫ്ലക്റ്റിംഗ് കോഡ്സ്. അതുപോലെ തന്നെ സ്ട്രെയിറ്റ് ബൈനറി കോഡ്സ്, നമ്മൾ നേരെ ബൈനറി കോഡിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ടൈപ്പ്, അത് സ്ട്രെയിറ്റ് ബൈനറി. ഇങ്ങനെ കുറേ ക്ലാസിഫിക്കേഷൻ ഉണ്ടെന്ന് മനസ്സിലാക്കുക. ജനറൽ ഒരു ഐഡിയക്ക് വേണ്ടിയിട്ടാണ് ഡിഫറെൻറ്റ് കോഡ്സ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത് ന്യൂമറിക്കൽ നമ്പേഴ്സ്, ആൽഫ ന്യൂമറിക്കൽ നമ്പർ പ്ലസ് ആൽഫബറ്റ്. മൂന്നാമത്തത് വെയിറ്റ് നോക്കിയിട്ടുള്ളത് 1 2 4 അല്ലെങ്കിൽ 8 എന്നൊക്കെ പറഞ്ഞിട്ട് പോകും. ചിലത് വെയിറ്റേ നോക്കാത്ത കോഡ്സ് ഉണ്ട്, അത് നോൺ വെയിറ്റഡ്. പിന്നെ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് വെയിറ്റഡ് ഉണ്ട്. 1 2 4ന് പകരം 1 -2 -4 8 ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോസിറ്റീവ് നെഗറ്റീവ് ഒക്കെ നമുക്ക് വേണമെങ്കിൽ കോഡിങ്ങിൽ ഇൻക്ലൂഡ് ചെയ്യാം. അല്ലെങ്കിൽ -1 -4 അങ്ങനെയൊക്കെ നമുക്ക് പറഞ്ഞിട്ട് മാറ്റി മറിച്ചു വിടാം. അപ്പോൾ 1ൻ്റെ അവിടെ -8 ഒക്കെ വിടാം. അപ്പോൾ അതുകൊണ്ട് ആ വെയിറ്റ് നമുക്ക് വേണമെങ്കിൽ പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം. അപ്പോൾ ഇങ്ങനെ നമുക്ക് എന്താണ് ബേസ്ഡ് ഓൺ വെയിറ്റ്സ് നമുക്ക് അതിൻ്റെ പൊളാരിറ്റി പോസിറ്റീവ് നെഗറ്റീവ് വി ക്യാൻ ക്ലാസിഫൈ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്ലി വെയ്റ്റഡ് കോഡ്സ്. അതുപോലെ വി ക്യാൻ ഡിറ്റക്ട് എറേഴ്സ് യൂസിങ് എറർ ഡിറ്റക്ടിങ് കോഡ്സ് ആണോ. ആൻഡ് കറക്റ്റിംഗ് കോഡ്സ് വി ക്യാൻ കറക്റ്റ് ആൾസോ ദാറ്റ് എറർ ക്യാൻ ബി കറക്റ്റഡ് യൂസിങ് ദീസ് കോഡ്സ്. അപ്പോൾ കറക്റ്റിംഗ് കോഡ്സ്, എറർ കറക്റ്റിംഗ് കോഡ്സ്. അപ്പോൾ അങ്ങനെ ഒരു സാധനം ഉണ്ടെന്ന് മനസ്സിലാക്കി. സീക്വൻഷ്യൽ കോഡ്സ് മീൻസ് അത് ഇൻക്രിമെൻറ്റ് ചെയ്യുന്നതെല്ലാം സീക്വൻഷ്യൽ ആയിരിക്കും 1 2 3 4. പക്ഷേ നോൺ സീക്വൻഷ്യൽ ഉണ്ട്. അതുപോലെ തന്നെ സെൽഫ് കോംപ്ലിമെൻറ്റ് മീൻസ് അത് ഇറ്റ് സെൽഫ് അത് കോംപ്ലിമെൻറ്റ് ചെയ്യും. അപ്പോൾ അതാണ് സെൽഫ് കോംപ്ലിമെൻറ്റിംഗ് കോഡ്സ്. അങ്ങനത്തെ കോഡ്സ് ഉണ്ട്.
അതുപോലെ സൈക്ലിക് കോഡ്സ് ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യുന്ന കോഡാണ്, എക്സാമ്പിൾ ഗ്രേ കോഡ്. ആൻഡ് റിഫ്ലക്റ്റിംഗ് കോഡ്സ് എന്ന് വെച്ചാൽ അത് ഒരു സെർട്ടൻ എക്സ്റ്റെൻഡ് കഴിഞ്ഞാൽ അതിൻ്റെ മിറർ ഇമേജ് ആയിരിക്കും നമുക്ക് കാണുക. ഫോർ എക്സാമ്പിൾ 1 to 7 അതിൻ്റെ ജസ്റ്റ് മിറർ ഇമേജ് ആയിരിക്കും 8 തൊട്ടിട്ട്. അപ്പോൾ അങ്ങനെയുള്ളതിനെ റിഫ്ലക്റ്റിംഗ് കോഡ്. അതുപോലെ തന്നെ സ്ട്രൈറ്റ് ബൈനറി എന്ന് വെച്ചാൽ സ്ട്രൈറ്റ് ആയിട്ട് നമുക്ക് ബൈനറി കോഡ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ കോഡ് കൺവേർട്ടറാണ് ഇതിന് യൂസ് ചെയ്യുന്നത്. എന്ത് ഒരു നമ്മൾ കോഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക, ഫോർ എക്സാമ്പിൾ ഒരു ബൈനറി കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു കോഡ് കിട്ടി, സപ്പോസ് ഗ്രേ കോഡ്. അപ്പോൾ ഗ്രേ കോഡിനെ കൺവേർട്ട് ചെയ്യാനുള്ള കൺവേർട്ടറാണ്. അല്ലെങ്കിൽ ഇവിടെ ഒരു ഇൻപുട്ട് കൊടുത്തു, 8 ബിറ്റ് ഇൻപുട്ട് കൊടുത്തു, അല്ലെങ്കിൽ 7 ബിറ്റ് ഇൻപുട്ട് കൊടുത്തു, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ആസ്കി ആയിട്ട് കൺവേർട്ട് ചെയ്യുകയാണ്. അപ്പോൾ അതെന്തായിരിക്കും? ആസ്കി കോഡ് കൺവേർട്ടർ. അതുപോലെ BCD XS3 കോഡ് എന്ന് പറഞ്ഞൊരു കോഡുണ്ട്. അപ്പോൾ XS3 കോഡ് എന്ന് പറയുന്നത് ഒരു ടൈപ്പ് ഓഫ് കോഡാണ്. അത് ഈ പറഞ്ഞ പോലെ കൺവേർട്ട് ചെയ്യുന്ന കൺവേർട്ടറിനെ XS3 കോഡ് കൺവേർട്ടർ എന്ന് പറയും. അപ്പോൾ കൺവേർട്ടർ വേണം. എന്താണ്, ഈ ഒരു കോഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു കൺവേർട്ടർ വേണം, അല്ലെങ്കിൽ ഒരു ഫോം ഓഫ് കോഡിനെ വേറൊരു ഫോം ഓഫ് കോഡാക്കി കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് കൺവേർട്ടർ, കോഡ് കൺവേർട്ടർ. ടേക്ക് ആൻ ഇൻപുട്ട് കോഡ് ആൻഡ് ഇറ്റ് ട്രാൻസ്ലേറ്റ് ടു ഇറ്റ്സ് ഇക്വാലന്റ് ഔട്ട്പുട്ട് കോഡ്. അപ്പോൾ എക്സാമ്പിൾ BCD ടു XS3 കോഡ്. XS3 കോഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ BCD നമുക്ക് സാധാരണ കൂടുതലും ആപ്ലിക്കേഷനിൽ BCD ആണ്. എന്താ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് BCD? ബൈനറി കോഡഡ് ഡെസിമൽ. 0 to 9 വരെയുള്ള ഡെസിമൽ വാല്യൂവിനെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബൈനറി കോഡ് വെച്ച് റെപ്രസെന്റ് ചെയ്യുന്ന കോഡാണ്. അതിന്റെ കോഡിന്റെ കൂടെ +3 കൂട്ടിക്കഴിഞ്ഞാൽ, ഓരോ ഡിജിറ്റിലും +3 കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് XS3 കോഡാണ്. അപ്പോൾ BCD എക്സാമ്പിൾ പറയുന്ന ഒരു BCD, ഇവിടെ BCD കൊടുത്തു വിചാരിക്കുക. 0 ആണെങ്കിൽ 4 0, അല്ലെങ്കിൽ 1 ആണെങ്കിൽ 0 0 0 1. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് XS3 കോഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതായിരിക്കും XS3 കോഡ് കൺവേർട്ടർ. അങ്ങനെ ഡിഫറെൻറ്റ് കോഡ്സ് ഉണ്ട്. അപ്പോൾ ഇൻപുട്ട് BCD കൊടുത്തു കഴിഞ്ഞാൽ വിൽ ഗെറ്റ് ഔട്ട്പുട്ട് ഇൻ XS3 ഫോം. അപ്പോൾ അതാണ് കോഡ്. അപ്പോൾ ബൈനറി കോഡ്സ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ n ബിറ്റ് ഇനി നിങ്ങൾ നോട്ട് ചെയ്യും. ഇനി നിങ്ങൾക്ക് നോട്ട് ചെയ്യേണ്ടതാണ്, ഞാൻ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ. അപ്പോൾ നമ്മൾ പഠിച്ച ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കോഡ്സ് ആർ അവൈലബിൾ ആൻഡ് കോഡ് കൺവേർട്ടർ ഈസ് യൂസ് ടു കൺവേർട്ട് വൺ ഫോം ഓഫ് എന്താണ് ബിറ്റ്സ് അല്ലെങ്കിൽ കോഡ്സ് ഇൻ ടു അനദർ ഫോം. അത് നമ്മൾ പറഞ്ഞു. ജസ്റ്റ് ഒന്നൊരു ഔട്ട്ലൈൻ എന്നുള്ള നിലയിൽ നമ്മൾ പറഞ്ഞു. ഇനി എന്താണ് വാട്ട് ഈസ് ബൈനറി കോഡ്സ്? ആ ഡെഫിനേഷനൊക്കെ ജസ്റ്റ് ഒന്ന് അവിടെയൊക്കെ ഒന്ന് സ്ക്രിബിൾ ചെയ്ത് എവിടെയെങ്കിലും നോട്ട് ഡേറ്റ് വെച്ചിട്ട് എഴുതുക കേട്ടോ. എല്ലാവരും ലെക്ചർ നോട്ട്സിൽ ഡേറ്റ് വെച്ചിട്ട് ഒന്ന് നോട്ട് ചെയ്യുക. Binary codes. An n-bit binary code is a group of n bits that assume up to 2 raised to n distinct combinations of ones and zeros, with each combination representing one element of the set being coded. അപ്പോൾ 2 raised to n കോമ്പിനേഷനിൽ 1ഉം 0ഉം വെച്ചിട്ടുള്ള ആ ഒരു എലമെന്റ് നമ്മൾ കോഡ് ചെയ്തു. അപ്പോൾ ബൈനറി കോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഡ് യൂസിങ് ബൈനറി ഡിജിറ്റ്സ്. അപ്പോൾ ബൈനറി ഡിജിറ്റ്സ് ആകുമ്പോൾ വി ക്യാൻ മാക്സിമം ഓഫ് 2 raised to n ഡിഫറെൻറ്റ് കോമ്പിനേഷൻ ആവാം യൂസിങ് zeros and ones. ആൻഡ് ഈച്ച് ആൻഡ് എവറി കോമ്പിനേഷന് നമുക്ക് അസൈൻ ചെയ്യാം, കോഡ് ഇടാം. ഫോർ എക്സാമ്പിൾ നമ്മൾ നോർമലി എന്ത് ചെയ്യും? 0 0 0 0, അതിന് 0 ഇട്ടു, സിമ്പിളാണ്. നമുക്ക് അതിന് പകരം 0 0 0 0ക്ക് നമുക്ക് F ഇടാം, കുഴപ്പമൊന്നുമില്ല. അത് നമ്മളെ തീരുമാനിക്കുന്നത്. അപ്പോൾ നമ്മളെ ബൈനറി കോഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കോഡ്സ് യൂസിങ് ബൈനറി ഡിജിറ്റ്സ് അത്രമാത്രം ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ മാക്സിമം ഓഫ് 2 raised to n ഡിസ്റ്റിങ്ക്റ്റ് കോമ്പിനേഷനിൽ നമുക്ക് സെലക്ട് ചെയ്യാം ഓരോ എലമെൻറ്റിനും ഏത് ആണ് കോഡ് വേണ്ടത്. ഞാൻ പറഞ്ഞില്ലേ 0 0 0 ആണെങ്കിൽ F കൊടുക്കാം, 0 0 0 0ക്ക് നമുക്ക് 7 കൊടുക്കാം. അതൊക്കെ നമ്മളാ തീരുമാനിക്കുന്നത്. പക്ഷെ നോർമലി നമ്മൾ എന്ത് ചെയ്യും? ബൈനറിയുടെ അതുപോലെ 0 0 0 0 ആണെങ്കിൽ അത് 0, 0 0 0 1 ആണെങ്കിൽ 1, ഇങ്ങനെ നമ്മൾ അസൈൻ ചെയ്യും. അത് നമ്മളാ തീരുമാനിക്കുന്നത്. ഫോർ ദ 10 ഡിജിറ്റ്സ് നീഡ് 4 ബിറ്റ് കോഡ്. നമുക്കറിയാം 0 to 9 എന്ന് പറഞ്ഞാൽ വിൽ ഗെറ്റ് മാക്സിമം ഓഫ് 10 ഡിജിറ്റ്സ്, 10 symbols. സോ ഇറ്റ് നീഡ്സ് എത്രയാണ്? 4 bit code. One code is called binary coded decimal. ഈ ഇതിനെയാണ് നമ്മൾ ബൈനറി കോഡഡ് ഡെസിമൽ എന്ന് പറയുന്നത്. ബൈനറി കോഡ് ഡെസിമൽ കൺസിസ്റ്റ് ഓഫ് 10 distinct symbols, ഡിജിറ്റ്സ് അല്ലേ. ഈച്ച് എത്രയാണ്? 4 bit ആണ്. അത് 4 bit കോഡാണ്.
ബൈനറിയാണ് യൂസ് ചെയ്യുന്നത്. ബൈനറി 4-bit കോഡാണ് BCD. അപ്പോൾ BCD ഡെഫിനിഷൻ നമ്മൾ രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെഫിനിഷൻസ് നമ്മൾ പറഞ്ഞു. അടുത്ത സ്ലൈഡ് നോക്കാം. നോട്ട് ചെയ്തില്ല? എല്ലാവരും നോട്ട് ചെയ്തില്ലേ? ഇത് നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണ്, കമ്പ്യൂട്ടറിൽ പഠിച്ച കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് എന്നാലും ഇത് ഒന്ന് ഓടിച്ചു പോകണം. ഇത് ഇമ്പോർട്ടൻ്റ്. അപ്പോൾ ബൈനറി വാല്യൂസ്, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള BCD കോഡ്, ബൈനറി കോഡ് ഡെസിമൽ. ബൈനറി കോഡ് ഡെസിമൽ ഈസ് എ വെയ്റ്റഡ് കോഡ്. അപ്പോൾ ഇതൊരു പോയിന്റ് ആണ്. എന്താണ്? BCD ഇത് എഴുതുക, ഹൈഫൺ ഇട്ട് എഴുതുക. ഇറ്റ് ഈസ് വെയ്റ്റഡ് കോഡ്. വെയ്റ്റഡ് കോഡ് ദാറ്റ് ഈസ് കോമൺലി യൂസ്ഡ് ഇൻ ഡിജിറ്റൽ സിസ്റ്റംസ് when it is necessary to show decimal numbers. എക്സാമ്പിൾ ക്ലോക്ക്, അല്ലെങ്കിൽ പെട്രോൾ പമ്പിലുള്ള അതിൻ്റെ മീറ്റർ, അങ്ങനെ എല്ലാം, അല്ലെങ്കിൽ നമ്മുടെ വാച്ച്, ഡിജിറ്റൽ വാച്ച്, എല്ലാം തന്നെ BCD കോഡാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ വെയ്റ്റഡ് കോഡ് നോർമൽ കോമൺ ആപ്ലിക്കേഷനിൽ യൂസ് ചെയ്യുന്ന വെയ്റ്റഡ് കോഡാണ് BCD, ബൈനറി കോഡ്. അപ്പോൾ ദ ടേബിൾ ഇല്ലുസ്ട്രേറ്റ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സ്ട്രേറ്റ് ബൈനറി ആൻഡ് BCD. ഇത് സ്ട്രേറ്റ് ബൈനറിയാണ്. സീക്വൻസ് ഉണ്ടോ? 1, 2 ഇങ്ങനെ ഇനിക്വലൻ്റ് ആയിട്ടുള്ള സാധനങ്ങളാണ്. 1 to 15 വരെ സീക്വൻഷ്യലി പോവുകയാണ്. സ്ട്രൈറ്റ് ബൈനറിയാണ്, സീറോൻ്റെ ബൈനറി. അപ്പോൾ ടേബിള് ബൈനറി ആൻഡ് BCD രണ്ടും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ BCD റെപ്രസെൻറ്റ് ഈച്ച് ഡെസിമൽ ഡിജിറ്റ് വിത്ത് എ 4-bit കോഡ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ 9 കഴിഞ്ഞാൽ അടുത്ത ഡിജിറ്റ് വന്നു. അടുത്ത ഡിജിറ്റ് എത്രയാണ്? 0001 ആണ്. അങ്ങനെയാണ് അടുത്ത ഡിജിറ്റ് ഇവിടെ കാണിക്കണം. കണ്ടോ? അപ്പോൾ BCD നമുക്ക് 10 എന്ന് വരുമ്പോൾ 1ന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള BCD നമ്പറാണ് 0001. ഓക്കെ. അപ്പോൾ നോട്ടീസ് ദാറ്റ് ദ കോഡ്സ് 1010 through 1111 ആർ നോട്ട് യൂസ്ഡ് ഇൻ BCD. ശ്രദ്ധിക്കേണ്ടത് ഈ ഇല്ലീഗൽ ആയിട്ടുള്ള ഈ കോഡ്സ് കോമ്പിനേഷൻസ് ഉണ്ട്. ഏതൊക്കെയാണ്? 1010 to 1111. കാരണം നമുക്ക് ഡെസിമലിൽ നമുക്കറിയാം എത്ര ഡിജിറ്റാണ് ഉള്ളത്. ഈ ഔട്ട് ഓഫ് 16 കോമ്പിനേഷനിൽ നമ്മൾ BCD യൂസ് ചെയ്യുന്നത് 0 തൊട്ടിട്ട് 1001 വരെയുള്ള അല്ലെങ്കിൽ 9 വരെയുള്ള കാര്യങ്ങളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ബാക്കി റിമൈനിങ് 1001 കഴിഞ്ഞിട്ടുള്ള ഏതൊക്കെയാണ്? 1010 1011 ഇങ്ങനെയുള്ള 1111 എത്തുന്ന വരെയുള്ള 6 കോഡ്സ് നമ്മൾ ഇല്ലീഗലാണ്. അത് വരാൻ പാടില്ല, അത് യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ കോഡ്സ് 1010 through 1111 ആർ നോട്ട് യൂസ്ഡ് ഇൻ BCD. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റാണ്. അപ്പോൾ വെയ്റ്റഡ് കോഡാണ്, അത് നോർമൽ ആപ്ലിക്കേഷനിൽ യൂസ് ചെയ്യുന്നുണ്ട്. എല്ലാവിടെയും BCD ആണ്. കാരണം ഡെസിമൽ വരുന്ന അവിടെയൊക്കെ BCD ഉണ്ടാവും. അപ്പോൾ അത് 4-bit കോഡാണ്, ബൈനറി കോഡാണ്. ഈച്ച് കോഡ് 1010 to 1111 ആർ ഇല്ലീഗൽ അല്ലെങ്കിൽ അൺയൂസ്ഡ് കോമ്പിനേഷൻ ഓഫ് ബൈനറിയാണ്. അപ്പോൾ അത് യൂസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ നമുക്ക് ഇത് കൂടി ഒന്ന് കംപ്ലീറ്റ് ചെയ്യാം. BCD ഇൻ ടേംസ് ഓഫ് കോളം വെയ്റ്റ്സ് ഇൻ ഗ്രൂപ്പ്സ് ഓഫ് 4 bits. ഡിഫറൻസ് ശ്രദ്ധിക്കുക. BCDയുടെ കോളം വെയിറ്റ് എഴുതിയിട്ട് എഴുതുക. 1, 2, 4, 8. അത് കഴിഞ്ഞാൽ 16 അല്ല. എത്രയാണ്? 10, 20, 40, 80. അടുത്ത എന്തായിരിക്കും? അടുത്തെന്തായിരിക്കും? അല്ലല്ല, 100, 200. അങ്ങനെ വരും. മറ്റേ 1000 അങ്ങനെയല്ലേ വരിക? ഒരു പൊസിഷനിൽ. അതായത് നമുക്കറിയാം ഫസ്റ്റ് ഡിജിറ്റ് യൂണിറ്റ് ആണ്, യൂണിറ്റി. അടുത്തത് 10 ആണ്, അടുത്തത് 100 ആണ്, അടുത്തത് 1000 ആണ്. നമ്മുടെ സാറ് ഡെസിമലിനെ പോലെ. അപ്പോൾ ഇത് മാത്രം ഒന്ന് ശ്രദ്ധിക്കുക. 1, 2, 4, 8, 10, 20, 40, 80, 100, 200, 400, 800 എന്നൊക്കെ പറഞ്ഞിട്ടാണ് നിങ്ങൾക്ക് കേൾക്കുന്നത്. ഇത് മാത്രം ശ്രദ്ധിക്കാനുള്ളൂ. അപ്പോൾ ഇതൊരു പോയിന്റ് ശ്രദ്ധിക്കുക. അപ്പോൾ വാട്ട് ആർ ദ കോളം? ഇതൊരു എക്സാമ്പിൾ ആണ്, ക്വസ്റ്റ്യൻ. വാട്ട് ആർ ദ കോമൺ വെയ്റ്റ്സ് ഫോർ ദ BCD നമ്പേഴ്സ്? എന്ന് പറഞ്ഞേ വിഷ്ണു തന്നെ പറ. വിഷ്ണു പറയൂ. 1001 റെപ്രസെന്റ്സ്. പറ. നിങ്ങൾ ചെയ്യാണ്ടിരുന്നേ കിട്ടില്ല. ചെയ്യുന്നവർക്ക് അത് പറയാൻ പറ്റുള്ളൂ. 1001 മീൻസ് എത്രയാണ്? 1001 എത്രയാണ്? 1009. ഗുഡ്. 9. 9. ഇതോ
101 എത്രയാണ്? 5. 5. 11 എത്രയാണ്? 0 0 0 0 1 1 3 3 100 ആണെങ്കിലോ 8. അപ്പോൾ ഇത് ശ്രദ്ധ വേണം കേട്ടോ. ഇത് 1 ആണ്, സെക്കൻഡ് പൊസിഷനിൽ 2 ആണ്, 4 ആണ്, 8 ആണ്. അപ്പോൾ ഇങ്ങനെ കൂട്ടിയാൽ മതി. 8ന്റെ അവിടെ 8 പ്ലസ് 1, അല്ലെങ്കിൽ 2 അല്ല 4 പ്ലസ് 1, 1 പ്ലസ് 2, അല്ലെങ്കിൽ 8. ഇങ്ങനെ നോക്കിയാൽ തന്നെ അറിയണം. പിന്നെ ഇത് ബൈ ഹാർട്ട് ആവണം, അല്ലാണ്ട് ശരിയാവില്ല. അപ്പോൾ അതാണ്. അപ്പോൾ നമ്മൾ എന്ത് എഴുതി? കറസ്പോണ്ടിങ് ആയിട്ട് 1 2 4 8 ഇതിൽ കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ എഴുതി. അപ്പോൾ നമുക്ക് ഓരോന്നിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇത് കിട്ടി നമുക്ക്. വെയിറ്റ് ഫോർ ബി സി. ബി സിയുടെ വെയിറ്റ് കാണിച്ചിരിക്കുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു വാല്യൂ കിട്ടി 8359. നമുക്കിത് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല, വെയിറ്റ് എഴുതിയത് മാത്രമേ ഉള്ളൂ. നമുക്ക് നേരിട്ട് തന്നെ കൺവേർട്ട് ചെയ്യാം. അപ്പോൾ ഇത് ഡൗട്ടൊന്നുമില്ലല്ലോ. നമുക്കൊരു 5 മിനിറ്റ്സ് കൂടി ഉണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞു ഒന്ന് ഇതാക്കാം. അപ്പോൾ ബൈനറി കോഡ് ഡെസിമൽ ഡിജിറ്റ്സ്, ഇല്ലീഗൽ കണ്ടീഷൻസ് ആണ്, ഇൻവാലിഡ് കോഡ്സ് ആണ് ഈ 6 എണ്ണം. ഇത് മാത്രം ശ്രദ്ധിക്കുക. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ഒരു കൺവേർട്ട് ചെയ്ത് നോക്കുക. ഡെസിമൽ ടു ബി സി ഡി ഓരോരുത്തർ പറയും. ശ്രീജേഷ് എന്താ ലേറ്റ് ആയത്? ശ്രീജേഷേ സാർ ഞാൻ നോക്കാൻ വൈകി വാട്സപ്പ്. ഷിബിൽ എന്താ വൈകിയേ? ഷിബിലെ സാർ അതെ ക്ലാസ് ഉള്ളത് അറിഞ്ഞില്ല. അപ്പൊ ഫിറോസ് വിളിച്ചിട്ടാ പറഞ്ഞത്. നമ്മുടെ ടൈം ടേബിൾ ഇനി അടുത്ത് 10:35 സ്റ്റാർട്ട് ചെയ്യും. അടുത്ത ദിവസം ടൈം ടേബിൾ അല്ല, ടൈം എത്രയാണ്? 45. എത്ര മണിയാ വിഷ്ണു? 10:45. എനിക്കതൊന്ന് അയച്ചു തന്നെ, അതിനനുസരിച്ച് ഞാനും കറക്റ്റായിട്ട് വരാം. ഒരു 2-3 മിനിറ്റ് എല്ലാവരും മുമ്പ് വന്നു കഴിഞ്ഞാൽ നമുക്ക് സമയം വേസ്റ്റ് ആക്കണം. ഇന്ന് കുറെ സമയം വേസ്റ്റ് ആയി കേട്ടാ. അടുത്ത ദിവസം നമുക്ക് കറക്റ്റ് ആവും. അപ്പോൾ ഇതൊന്ന് കൺവേർട്ട് ചെയ്യാം. 3 5 3 എന്താണ്? അല്ലെങ്കിൽ 5നെ കൺവേർട്ട് ചെയ്യൂ. 0 1 0 1 0 1 0 1. 3 ആണെങ്കിലോ 0 0 1 1. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് അറിയാം 0 0. അത് 9 8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം 9 മീൻസ് 1001, 8 മീൻസ് 1000. അപ്പോൾ അത് നോട്ട് ചെയ്യുക. നിങ്ങൾ തന്നെ ഇപ്പം തന്നെ എഴുതിക്കോളൂ, നിങ്ങളുടെ ബുക്കിൽ തന്നെ എഴുതിക്കോളൂ. ഡെസിമൽ ടു ബി സി കൺവേർഷൻ 35 ഈക്വൽ ടു എത്രയാണ്? 0011 0101 എഴുതുക. അപ്പോൾ തന്നെ കൺവേർട്ട് ചെയ്യും. നമുക്കൊരു 2-3 മിനിറ്റ് കൂടെ ഉണ്ട് കേട്ടോ. 170 means 1 means 0001, 7 means 0111, 0 00. അതൊന്ന് കൺവേർട്ട് ചെയ്യും. നിങ്ങൾ തന്നെ കൺവേർട്ട് ചെയ്യും. മുകളിൽ ടേബിൾ ഉണ്ടല്ലോ, കൺവേർട്ട് ചെയ്തില്ല. അല്ലെങ്കിൽ നിങ്ങൾ ഹോംവർക്ക് ചെയ്താൽ നമുക്ക് ഇതും കൂടെ കഴിഞ്ഞിട്ട് സ്റ്റോപ്പ് ചെയ്യാം. അപ്പോൾ അടുത്തത് മറ്റേ എക്സാമ്പിൾ 2 ബി സി ഡി ടു ഡെസിമൽ കൺവേർഷൻ ആണ്. ആ ബി സി ടു ഡെസിമൽ കൺവേർഷൻ പറയൂ. ഇത് എത്രയാണ്? ശ്രീഹരി എത്ര ഡിജിറ്റ് പറയൂ? വേഗം പറയൂ. ഒരു മിനിറ്റ്. 86. അടുത്തത് പറയൂ. നമ്മൾ എന്ത് ചെയ്യണം വെച്ചാല് ഇത് കോമ ഇടണം, അല്ലെങ്കിൽ ഒരു വര ഇടുക. 4ന്റെ ഗ്രൂപ്പായിട്ട് വര ഇട്ടിട്ട് ആ കറസ്പോണ്ടിങ് ആയിട്ട് കൺവേർട്ട് ചെയ്യാം. അപ്പൊ നമ്മളിങ്ങനെ ആദ്യം 0011 എത്രയാണ്? 3 അല്ലേ? 0101 എത്രയാണ്? 5. 361. 0001 മീൻസ് ഇവിടെ മുകളിലുണ്ട് 001 മീൻസ് 1. അപ്പൊ ഇത് എത്രയാണ്? ഇത് അതുപോലെ തന്നെ ഫസ്റ്റ് ലാസ്റ്റില് 4 0. അടുത്തത് 7 0111 എന്ന് പറഞ്ഞാൽ 7. അടുത്തത് 0100 പറഞ്ഞാൽ നമുക്കറിയാം 4. 1001 represents 9. അപ്പോൾ 9470 ഇത്രയും. അപ്പോൾ നമ്മൾ കൺവേർഷൻ ബി സി ഡി ടു ഡെസിമൽ ടു ബി സി ഡി 2 കൺവേർഷനും പഠിച്ചു. ബി സി ഡി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ബി സി ഡി കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി കുറച്ച് സമയമുള്ളൂ, ഇപ്പോൾ തന്നെ കട്ടാവും. അപ്പോൾ അടുത്ത ദിവസം നമുക്ക് എല്ലാവരും സമയത്തിന് അറ്റൻഡ് ചെയ്യാം. നമുക്ക് നിങ്ങളിത് ചെയ്യാം, ഡെയിലി ചെയ്യാം കേട്ടോ. അത് കുറേ നമ്മളിങ്ങനെ കുറേ വാല്യൂസ് കൺവേർട്ട് ചെയ്താലേ ശരിയാവുള്ളൂ. അപ്പോൾ നമുക്ക് നാളെ ക്ലാസ് വെക്കണം, വേണ്ടാലോ? എന്താ വേണ്ടേ? തിങ്കളാഴ്ച അല്ലേ? വേണ്ട സാറേ, തിങ്കളാഴ്ച. ശരി, തിങ്കളാഴ്ച എല്ലാവരും റൈറ്റ് ടേബിളിൽ കയറാൻ പറയും കേട്ടോ.
ഓക്കെ ഓക്കെ പിന്നെ സാർ. പരീക്ഷ വെക്കുന്നു പറയാം. എല്ലാവരും പരീക്ഷ വെക്കും പറയാം കേട്ടാ. എല്ലാവരും പരീക്ഷയോ? നോക്കുക. കുറച്ച് പ്രോബ്ലംസ് തരും, നിങ്ങൾ പെട്ടെന്ന് ആൻസർ ചെയ്ത് അയക്കണം കേട്ടാ. അപ്പൊ എല്ലാവരും നോക്കുക കേട്ടാ. ആ ഈ കോഴ്സ് ഓക്കെ കഴിഞ്ഞിട്ട് സാർ. കോഴ്സ് കൂടെ കഴിഞ്ഞിട്ട് ചെയ്യാം. ഓക്കെ, ഓക്കെ. ഗുഡ് ബൈ.